നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത മണ്ടാല മർഡേഴ്സ് എന്ന ഹിന്ദി വെബ് സീരീസിനെ കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ 274 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ നന്ദി പറയുന്നു. തുടർന്നും നിങ്ങൾ എന്നെ പ്രോത്സാഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണെന്ന്. ഗോപി പുത്രനാണ് ഇതിൻ്റെ ഡയറക്ടർ. വൈഭവ് രാജ് ഗുപ്ത, വാണി കപൂർ, സുർവീൻ ചൗള, ജമീൽ ഖാൻ എന്നിവരൊക്കെയാണ് ഇതിലെ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. ചരൺദാസ്പൂർ എന്ന ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദുർമന്ത്രവാദങ്ങളും അതിനോടനുബന്ധിച്ച് നടന്ന തുടർ കൊലപാതകങ്ങളും അതിനെ അന്വേഷിച്ചിറങ്ങുന്ന 2 പോലീസ് ഓഫീസർമാരും അവരുടെ യാത്രയുമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ സീരീസ്. ഡൽഹി പോലീസിൽ നിന്ന് തൽക്കാലം ലീവെടുത്ത് ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന വിക്രം സിംഗ് എന്ന പോലീസ് ഓഫീസർ. ട്രെയിനിൽ അയാൾ ഒരു ജേർണലിസ്റ്റിനെ പരിചയപ്പെടുന്നു. അയാളുടെ കയ്യിലെ തള്ളവിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് വിക്രം സിംഗ് ശ്രദ്ധിക്കുന്നുണ്ട്. അനുജൻ്റെ അപകടവും അതിനെ തുടർന്നുണ്ടായ അമ്മയുടെ തിരോധാനവും ഒരു ട്രോമ പോലെ അയാളെ പിന്തുടരുന്നുണ്ട്. പഴയകാല ഓർമ്മകളെക്കുറിച്ച് അച്ഛനോട് സംസാരിച്ചുകൊണ്ട് വാരണാസിയിൽ പൂജകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ഗംഗയിലൂടെ ഒരു ശവശരീരം ഒഴുകി വരുന്നത് അവർ കാണുന്നു. ഇന്നുവരെ കാണാത്ത വിധം ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു ആ സീൻ എന്ന് കൂട്ടത്തിൽ പറയട്ടെ. എ സർട്ടിഫിക്കറ്റ് മൂവിയാണ്. കുട്ടികൾ കൂടെയുള്ളപ്പോൾ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൈകളും കാലുകളും നടുവിൽ മുഖവും വച്ച് ചേർത്ത് തുന്നിയ ഒരു ഡെഡ് ബോഡി. നടുവിലെ ഭാഗം കാണാനില്ല. അയാളുടെ നെറ്റിയിൽ വരച്ചു വെച്ച ഒരു ചിഹ്നം കണ്ടപ്പോൾ വിക്രം സിംഗിന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ പേഴ്സിൽ കണ്ട ഒരു നാണയം ഓർമ്മ വരുന്നുണ്ട്. അയാളത് തേടി കണ്ടുപിടിക്കുന്നു. അമ്മയുടെ തിരോധാനത്തിനും ഈ കൊലപാതകത്തിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അത് കണ്ടുപിടിക്കാനാണ് പിന്നീട് അയാളുടെ ശ്രമം. അതേസമയം ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായി റിയ തോമസ് എന്ന സ്ത്രീ എത്തുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ നിരവധി പ്രതിസന്ധികളും ആക്രമണങ്ങളും റിയയ്ക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. വിക്രം സിംഗിൻ്റെ സഹായത്തോടെ അവർ ഇതെല്ലാം നേരിടാൻ ശ്രമിക്കുന്നു. ചരൺദാസ്പൂരിലെ വരുണ ഫോറസ്റ്റാണ് കഥയുടെ പ്രധാന പശ്ചാത്തലം. നിഗൂഢതയുടെയും വന്യതയുടെയും സൗന്ദര്യവും ഒരുപോലെ ഒപ്പിയെടുത്തിട്ടുള്ള ഇതിൻ്റെ ഛായാഗ്രഹണവും പശ്ചാത്തല സംഗീതവുമൊക്കെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. സീരീസിന് 8 എപ്പിസോഡുണ്ട്. കണ്ടു നോക്കുക. ത്രില്ലർ മിസ്റ്ററി മൂവീസ് കാണുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു സിനിമയുമായിട്ട് പിന്നീട് വരാം.